കാസർഗോഡ് മണ്ഡലത്തിലേക്കാണ്. അവിടെയും സ്ഥാനാർത്ഥിയായിരിക്കുന്നു ഷാനവാസ് പാദൂരാണ് LDFന് വേണ്ടി കളത്തിലിറങ്ങുക. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഷാനവാസ് പാദൂരിന് സ്ഥാനാർത്ഥി വന്നതോടുകൂടി തന്നെ കാസർഗോഡ് ആ പ്രചാരണത്തിലേക്ക് LDF കടക്കുകയാണ്. അരുൺ പാറക്കൽ കാസർഗോഡും ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, നേരത്തെ ഉയർന്നുകേട്ട പേരാണ് ഷാനവാസ് പാദൂർ അവിടെ LDFനായി മത്സരിക്കുമെന്നുള്ളത്. ഐഞ്ഞലുമായുള്ള ചർച്ചയൊക്കെ പൂർത്തിയായ ശേഷമാണോ ഈ പ്രഖ്യാപനം? അത് ഔദ്യോഗിക പ്രഖ്യാപനമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രജിൻ, തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് തന്നെ CPIM-ഉം അതുപോലെ തന്നെ INL-ഉം ഒക്കെ ഷാനവാസ് പാദൂരിനെ കാസർഗോഡ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ഷാനവാസ് പാദൂർ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. മഞ്ചേശ്വരമായിരുന്നു ഷാനവാസ് പാദൂരിന് താല്പര്യമുണ്ടായിരുന്ന മണ്ഡലം. പക്ഷേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPIM ജില്ലാ സെക്രട്ടറി അംഗം KR ജയാനന്ദയെ പരിഗണിച്ചതോടുകൂടി തന്നെ മത്സര ചിത്രത്തിൽ നിന്ന് ഷാനവാസ് പാദൂർ പുറകോട്ട് പോവുകയായിരുന്നു. BJP-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി സ്ഥാനാർത്ഥിയായതോടുകൂടിയാണ് ഷാനവാസ് പാദൂർ കാസർഗോഡ് മണ്ഡലത്തിൽ നിൽക്കാൻ താല്പര്യം ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ഷാനവാസ് പാദൂർ മത്സരിക്കുക. കാസർഗോഡ് മണ്ഡലം ഒരു ത്രികോണ പോരിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജയിക്കുന്ന മണ്ഡലമാണ് ഈ കാസർഗോഡ് മണ്ഡലം. ഇവിടെ INL-ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ LDF-ൽ നിന്ന് മത്സരിച്ചിരുന്നത്. INL-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,000-ത്തിലധികം വോട്ടുള്ള മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ടോളം ഈ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി തന്നെ വലിയ മാറ്റം LDF ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇടത് സ്വതന്ത്രനായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് 2020-ൽ ചെങ്കള ഡിവിഷനിൽ നിന്ന് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ചെങ്കള ഡിവിഷനിൽ നിന്ന് ഷാനവാസ് പാദൂർ മത്സരിച്ച് ജയിക്കുന്നത്. ചെങ്കള ഡിവിഷനിലെ ലീഡാണ് 12,000 വോട്ടിന്റെ ലീഡാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ എന്നും തുണച്ചിട്ടുള്ളത്. ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായതോടുകൂടി ചെങ്കള ഡിവിഷൻ ആർക്കൊപ്പം നിൽക്കുമെന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. BJP-യും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും ത്രികോണ മത്സരത്തിലേക്ക് കളമൊരുങ്ങുന്നു. ഇന്നിപ്പോൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.